നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. കനത്ത മഴ തുടരുന്നതിനാൽ പത്തനംതിട്ടയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. മൂഴിയാർ ഡാം തുറക്കുന്നതോടുകൂടി പമ്പയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരും. ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി PC വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്നുമൊക്കെ മത്സ്യത്തൊഴിലാളികളെ പത്തനംതിട്ടയിൽ എത്തിക്കും. ഈ മൂഴിയാർ ഡാമിൽ അതിൻ്റെ FRL 192 190 ഇന്നലെ രാത്രി തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിതീവ്ര മഴയുടെ സാധ്യത പത്തനംതിട്ട ജില്ലയിലുണ്ട്. KSEB കളക്ടറോട് പെർമിഷൻ ചോദിച്ചു. 190 192 ആയാൽ അവർക്ക് തുറക്കേണ്ടി വരും. അപ്പോൾ കളക്ടർ അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാന്നിയിൽ അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിലും അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മാധ്യമങ്ങളിൽ കൂടിയും തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കുറച്ച് ജലനിരപ്പ് ഉയരും. അത് നമ്മളൊന്ന് കരുതിയിരിക്കണം. ഭയക്കണ്ട, പക്ഷെ ആശങ്കപ്പെടേണ്ട. നമ്മൾ കരുതി അത്രയും ജാഗ്രതയോടുകൂടി വർക്ക് ചെയ്യണം. ആറന്മുളയിൽ വെള്ളം ഇറങ്ങാൻ ഒരു 1.5 ദിവസം 2 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ആ വെള്ളം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വരുമ്പോഴാണ് കൂടുതൽ ഒരു അപകടാവസ്ഥ ഉണ്ടാകുന്നത്. അത് നേരിടാനാണ് അടിയന്തരമായ യോഗം കൂടുകയും കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ കൂടുതലായി ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊല്ലത്ത് നിന്ന് അദ്ദേഹം തന്നെ ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് 7ഓളം ബോട്ടുകൾ ഇപ്പോൾ ഇവിടെ എത്തും. ഇവിടെ തന്നെ 2 ബോട്ടുകൾ ഇപ്പോൾ ഉണ്ട്. തിരുവനന്തപുരത്തു നിന്നുള്ള NDRF സംഘം ഇപ്പോൾ കോയിപ്പുറം മേഖലയിലുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ആളുകളുണ്ട്. ക്രമീകരണങ്ങൾ ശക്തമായി പോകുന്നു. ജനങ്ങളെ പൂർണ്ണമായി സുരക്ഷിതരാക്കിക്കൊണ്ട് ഏറ്റവും കുറവ് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കാൻ പാകത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരികയാണ്. റഹീസ് റഷീദിലേക്ക് പോകാം. റഹീസ്, അപ്പോൾ ജനപ്രതിനിധികൾ അവർ ഉറക്കമില്ലാതെ യോഗം ചേരുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. എന്താണെങ്കിലും ശക്തമായ മഴ ഇപ്പോഴും പല പ്രദേശങ്ങളിലും തുടരുന്നുണ്ട്. പത്തനംതിട്ടയിലേക്കാണ് എല്ലാ കണ്ണുകളും ഈ ഒരു മണിക്കൂറുകളിൽ. റഹീസ്, അപ്പോൾ രാവിലെ ആളുകൾ ഉറക്കമുണർന്ന് വരുന്നൊരു സമയമാണ്. അവർക്ക് വല്ലാതെ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വല്ലാതെ പാനിക്കായി പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ശരിക്കും എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റഹീസ്? ഷിഹാസ്, പമ്പയാറ്റിൽ വെള്ളം കൂടുകയാണ്. മിനിഞ്ഞാന്ന് കയറിയ നമ്മളീ നിൽക്കുന്ന റോഡിലാണ്. ഈ റോഡിൽ നിന്ന് ആകെ ഇന്നലത്തെയിൽ നിന്ന് ഒരു 1/2 അടി വെള്ളം മാത്രമാണ് കുറഞ്ഞതായി കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങളിൽ എത്രത്തോളം കാണാൻ പറ്റും എന്ന് മനസ്സിലാവില്ല. പക്ഷേ പമ്പയാറ്റിൽ നിന്ന് ഈ റോഡിലേക്ക് വെള്ളം കയറുന്നത് അങ്ങ് ദൂരെ കാണുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണ്, അതിൻ്റെ അപ്പുറത്തെ വശമാണ് പമ്പയാറിന് ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുകയും ചെയ്യാം. ഇങ്ങനെ, അതായത് ഒരു 5-5:30 മണിയോടുകൂടി ഇവിടെ വെള്ളം കയറും എന്ന നിർദ്ദേശം പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകിയിരുന്നു. അതനുസരിച്ച് ഒരു 5:30 കയറിയിട്ടില്ലെങ്കിലും ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ റാന്നി മേഖലയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഒപ്പം ശബരിമല വനമേഖലയിലും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം, ഒന്ന്, മൂഴിയാർ ഡാം തുറക്കുന്നതോട് കൂടി വെള്ളം ഇനിയും ഇപ്പോൾ ഈ വെള്ളം കയറുന്നത് സ്വാഭാവികമായും മഴ മൂലം, അതായത് ശബരിമല വനമേഖലയിൽ നല്ല മഴയുണ്ട്. ആ മഴ മൂലം കയറുന്ന വെള്ളമാണ്. ഇതിന് അപ്പുറമാണ് ഇനി മൂഴിയാർ ഡാം തുറക്കുന്ന സമയത്ത് വെള്ളം കയറാനുള്ള സാധ്യതകൾ കാണുന്നത്. ആ സാധ്യതകൾ കൂടി കണ്ടിട്ട് വേണം രക്ഷാപ്രവർത്തനവും മറ്റും എന്നതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ യോഗത്തിലെടുത്ത വിലയിരുത്തൽ. അതനുസരിച്ച് കൊല്ലത്ത് നിന്ന് ബോട്ട് സഹിതം, അവരുടെ യാനം സഹിതം 8 ടീം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 2, ഒപ്പം ആലപ്പുഴയിൽ നിന്ന് 2 എന്ന തരത്തിൽ വന്നിട്ടുണ്ട്. NDRFൻ്റെ തിരുവനന്തപുരത്ത് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ടീമിനോട് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വരാനുള്ള നിർദ്ദേശം ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ഈ കോട്ടയം പരിസരത്തിലുള്ള NDRF ടീമിനോടും ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഫയർഫോഴ്സ് അടക്കമുള്ള ടീമുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും അധികം വെള്ളം കയറിയാൽ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ആറന്മുള, കോഴഞ്ചേരി, റാന്നി, തിരുവല്ല, ചെങ്ങന്നൂർ നമുക്ക് കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടതാണ്. ഇവിടെ നാട്ടുകാർക്ക് ഒരുപക്ഷെ വെള്ളം കയറുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടോ? അറിയാം, വെള്ളം കയറുന്നറിയാം. കയറുവാണ് ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മൂഴിയാർ തുറന്നു വിട്ടാൻ്റെ അകത്ത് നാവെടുക്കും. മറ്റേ മുമ്പേ അവിടെ ഇല്ലായിരുന്നു. അല്ല, മൂഴിയാർ തുറക്കാൻ പോകുന്നു. അപ്പോൾ ആ വെള്ളം നേരത്തെ ഇടക്കുളത്ത് വെള്ളം കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഒരു 5:30 ആയപ്പോഴത്തേക്ക്. അപ്പോൾ ആ വെള്ളം ഇപ്പോൾ ഈ വെള്ളം കൂടി വരുന്നു. നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും കയറി വരുന്നത് അറിയാം. ഇവിടുന്ന് 6 തികഞ്ഞ് ഇതിലെ ഇങ്ങോട്ടാണ് വെള്ളം പാസ് ചെയ്ത് കണ്ടത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് കൂടുന്നതനുസരിച്ച് നമ്മൾ പുറമോട്ട് നമ്മൾ മാറുന്നു. ഇവരുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച
എന്തൊക്കെയോ മെസ്സേജുകൾ വരുന്നുണ്ടല്ലേ? അത് ഇടക്കുളത്തെ വെള്ളത്തിൻ്റെയാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5:30-ക്ക് അവർ ഒന്ന് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം വരുമെന്ന് അവർ പറയുന്നത്. ആ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മൂഴിയാറ് തുറക്കുന്നതിന് മുമ്പുള്ള വെള്ളമാണ് അവർ. അതായത് അവിടെ ഇപ്പോൾ ഇടക്കുളത്ത് 5 അടി വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്ന് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ വെള്ളത്ത് 5 അടി കയറി അതിവിടെ എത്തുമ്പോഴത്തേക്ക് 1.5 അടിയോളം പൊങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിനിങ്ങാന്നത്തെ സ്ഥിതി. അതായത് ഇവിടുന്ന് ഒരു അടിയുടെ മേലോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതായത് ഇവിടെ ഒരു 1.5 അടി കൂടുകയാണെന്ന് പറഞ്ഞാൽ ആദ്യ ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ വെള്ളം കുറച്ചുകൂടെ കൂടും. അത്രയും വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ പറഞ്ഞു. ആ ലെവലാണെന്നുണ്ടെങ്കിൽ അത് 2 അടിക്ക് മേളിലായില്ലേ? അത് ഒരു 1.5 അടിയോളം മുങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊപ്പം മൂഴിയാറ് കൂടി തുറക്കുമ്പോൾ ബുദ്ധിമുട്ടായിപ്പോ. സാധാരണഗതിയിൽ മൂഴിയാറ് തുറക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറാറുണ്ടോ? ഉണ്ട്. കുറച്ച് മൂഴിയാറ് ചെറുതല്ലേ. അതിനിപ്പോൾ 192 സംതിങ് ആണ് അവർ പറഞ്ഞിരിക്കുന്നതിന്റെ. അതിലിപ്പോൾ അതൊരു റെഡ് അലേർട്ടിൽ നിൽക്കുമല്ലേ. ആ റെഡ് അലേർട്ടിൽ നിന്ന് അവരത് ഓവർഫ്ലോ ആകാതെ അവർ തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാകും നമുക്ക്. അതായത് ഇവർക്ക് പ്രാദേശിക പഞ്ചായത്തും മറ്റു ഭരണകൂടവും നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഒരു 1.5 അടി 2 അടി ഇപ്പം ഇടമല തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് 5 അടി വെള്ളം കയറിയിട്ടുണ്ട്. ആ 5 അടി വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ പമ്പയാറ്റിൻ്റെ തീരങ്ങളിൽ ഒരു 1.5-2 അടി വരെ വെള്ളം പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട്. ഷിഹാസ് വീണ്ടും ശരി, പത്തനംതിട്ടയിലെ സാഹചര്യമാണ് ഇപ്പോൾ റഹീസ് വിശദീകരിച്ചത്. വടക്കൻ ജില്ലകളിലെ ഒരു അവസ്ഥ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അവിടെയും ഇടവിട്ട മഴ തുടരുകയാണ്. മഴ പെയ്യുന്നുണ്ട്.